ചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തിരിക്കാനുള്ള കഴിവ് പെട്ടെന്ന് ഒരു വിഷയത്തിൽ വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു കഴിവാണ് ചന്ദ്രനുള്ളത്. പെട്ടെന്ന് എന്താ വേണ്ടത്, ഇവിടെ എന്താണ് ചെയ്യേണ്ടത് മനസ്സിലാക്കുന്നത്, പെട്ടെന്ന് മറുപടികൾ ഒരു വിഷയം പറയുന്നതിന് വളരെ പെട്ടെന്ന് മറുപടികൾ, ഇതെല്ലാം ചന്ദ്രനാണ് ശ്രദ്ധിക്കുന്നത്. മനസ്സിന്റെ കാരകമാണ് ചന്ദ്രൻ. ആത്മാവിന്റെ കാരകം സൂചനകൾ ആത്മാവ് ഇറക്കിയത് മനസ്സിലൂടെ, മനസ്സിന്റെ നാടകം ചന്ദ്രനാണ്. അതുപോലെ തന്നെ മൃദുവാക്ക് ശുഭകൾക്ക്, അതായത് നല്ലത് കാണാനുള്ള കഴിവ്, അതേപോലെ പൊതുവായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, ഇവരുടെ ഒരു ലീഡർഷിപ്പ് രചിച്ചു തുടങ്ങുന്നത് അവരുടെ ലീഡർഷിപ്പ് കഴിവുന്നതിനെ കമാൻഡിങ് അവർക്ക് നടത്തിയെടുക്കുന്ന കഴിവ് ചെയ്തുപോകാം. ഇവരുടെയാണ് ഇവര് ചെയ്തതാണ്. ഒരു മാതൃത്വം, ഒരു വാത്സല്യമൊക്കെ കാണിച്ചിട്ടായിരിക്കും അത് നമ്മളെ ഒരു കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുന്നത്. വാശി പിടിപ്പിക്കുക, ദേഷ്യപ്പെടുക, നമ്മളെ കൊണ്ട്
സമുന്നതകൾ, അതായത് ഉന്നതമായിട്ടുള്ള വിതരണങ്ങൾ, അതേപോലെ ബ്രസ്റ്റിന്റെ കാലം കുഞ്ഞുങ്ങൾ മുതൽ കിട്ടുന്നത്, അതേപോലെ ബ്രസ്റ്റിന്റെ കാലഘട്ടം, പാലിന്റെ കാലഘട്ടം, അതേപോലെ ടെമ്പറാമെന്റ്, ഈ കുട്ടിത്വത്തിന്റെ കാലഘട്ടം, കുട്ടികളെ പോലെ ഇളവുകൾ. എനിക്ക് അന്ന് ഓർക്കുന്നുണ്ട്, അത് 3 ദിവസത്തെ കാലത്ത് 3-4 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. വളരെ വീഴ്ചയിൽ കാര്യം, പക്ഷെ അതിനൊപ്പം ചാടി കാര്യങ്ങൾ ചന്ദ്രൻ കിടപ്പെടുന്നുണ്ട്. ഉറക്കം നന്നായിട്ട് കാണും, നന്നായി ഉറക്കം വരും. 8 മണിക്കൂർ ഉറങ്ങി ഉറക്കത്തിന്റെ കണക്കെടുക്കുക. ഞാൻ 4 മണിക്കൂർ ഉറങ്ങുന്നു, 7 മണിക്കൂർ ഉറങ്ങുന്നു, 8 മണിക്കൂർ ഉറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കത്തിന്റെ കണക്കെടുക്കുന്ന കാര്യം ചന്ദ്രന് കിടക്കുന്നത് ഈ പ്രധാനപ്പെട്ട സ്വത്തിനാണ്. അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, അവർക്ക് എന്താ ചെയ്യുന്നതെന്നറിയാം. ഹിപ്നോസിസ് ചെയ്യാനുള്ള കഴിവ്, തന്നിലേക്ക് ആകർഷിച്ച് സംസാരങ്ങളുടെ പെരുമാറ്റങ്ങൾ തന്നിലേക്ക് ആകർഷിച്ച് ഹിപ്നോസിസ് ചെയ്യാൻ അറിയാം. അതുപോലെ ഫിസിക്കൽ വർക്ക്, അതീന്ദ്രിയമായിട്ടുള്ള കഴിവുകൾ ഇവർക്കുണ്ടാകും. നമ്മൾ ചില സമയത്ത് ആലോചിച്ച് പറയുന്ന കാര്യങ്ങൾ അതുപോലെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യും. എപ്പോഴും ചിരിക്കുന്ന ഒരു പ്രകൃതം, ഒരു ലൈഫ് പേഴ്സണാലിറ്റിയായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്വഭാവം. അതേപോലെ നാട്ടിന്റെ ഒക്കെ, അതായത് പാതകളുടെ അതിന്റെ സ്വഭാവമാണ്. ചന്ദ്രപോലും എല്ലാത്തിനും ലാഭം വെക്കുന്നൊരു വൈശ്യമാണ്. അപ്പം എന്ത് ചെയ്യുമ്പോഴും ഒരു ലാഭം നോക്കും. പക്ഷേ ഇതൊക്കെ പാതകം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചൊവ്വയുടെ ദൃഷ്ടി ചന്ദ്രനാണ്. ചൊവ്വയുടെ ദൃഷ്ടി ചന്ദ്രന്റെ വീടാണ്. ഓട്ടോണമി, അതേപോലെ വിദ്യത്തിന്റെ മേൽക്കൽ, ഫ്രീഡത്തോടെ ഭയങ്കര ആഗ്രഹിക്കും. പക്ഷെ ഇതൊരു സഭയില്ല. ഇതൊരു പ്രത്യേക രീതിയിലായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. സ്നേഹം കൊണ്ടും സംസാരം കൊണ്ടും ഒക്കെ ഒരു തനിക്ക് വേണ്ട ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കഴിക്കും. ഒരു വൈരാഗ്യ ദൃഷ്ടി വരെ ഇവർക്കുണ്ടാവും. ആലോചന ഇല്ലാതെയുള്ള പ്രവൃത്തികൾ, എടുത്തുചാട്ടങ്ങൾ, ഡിസൈറിന്റെ പുറകെ പോകുക, ഡിസൈർ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അതായത് ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ, അതേപോലെ എന്താ പറയുക, ഈ അതിനുശേഷം കുറ്റബോധം ഉണ്ടായിട്ട് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന അവസ്ഥകൾ, ഇതെല്ലാം ചന്ദ്രൻ പാപകൃഷ്ടം ചന്ദ്രന് വന്നാൽ ചന്ദ്രൻ അവിടെ കുറച്ച് പാപ സ്വഭാവം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇത് നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. യാതൊരു ഇല്ലാതെ മനസ്സ് കൈവിട്ടുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിനുശേഷം കുറ്റബോധം ഉണ്ടായിട്ട് അതിജീവനമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെ പ്രത്യേകിച്ച് തങ്ങളുടെ പാപക കുറ്റബോധം ചൊവ്വയും ശരീരത്തിലൊക്കെ നമ്മൾ ഒരിക്കലും അവരുടെ മനസ്സ് കണ്ടുകൊണ്ട് കൊണ്ടുവരുന്നത് പാടായിരിക്കും. അതൊരു വിജയമായ കാര്യം. പ്രധാന കാര്യങ്ങളൊന്നാണ്. അതേപോലെ തന്നെ ഗർഭധാരണം കഴിഞ്ഞിട്ട് അതിനെ കൊണ്ട് നടക്കുന്നതിനുള്ള കാലഘട്ടം ചന്ദ്രനാണുള്ളത്. അതുപോലെ തന്നെ യൂട്രസ്, ഓവറി, അതുപോലെ തന്നെ പുതിയ ജീവസാധന ചൊവ്വയും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം ആൾക്കാരുടെ കാരണമാണ്. അത് ഫുഡ്, മിൽക്ക്, പാല്, പാലുൽപ്പന്നങ്ങൾ, കടലുൽപ്പന്നങ്ങൾ, ജലം, ജലവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം